നമ്മൾ കുറച്ച് പെണ്ണുങ്ങൾ മാത്രം ഒരു ഡേ ഔട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടെ ക്ലബ് മഹീന്ദ്രയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഡേ ഔട്ടിന് വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമുക്ക് 1 മണിക്കൂർ പോലും സ്വിമ്മിംഗ് പൂളും കിട്ടൂല, ഒരു റൂമും കിട്ടൂല, ആകെ മൊത്തത്തിൽ ശോകം. ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടോ. അപ്പൊ പിന്നെ ഞങ്ങൾ നേരെ ലുലുവിലേക്ക് വന്നു. അവിടുന്ന് ആദ്യം കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചു കേട്ടോ. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്, രാവിലെ മുതൽ പൂളിലൊക്കെ കിടന്ന് അങ്ങ് തകർക്കാന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പഠിച്ചോൻ പറഞ്ഞു ഇപ്പൊ അതിന് സമയമായിട്ടില്ലാന്ന്. എന്തായാലും ഞങ്ങൾ നേരെ ലുലു മാളിൽ പോയി സ്നാക്സ് ഒക്കെ കഴിച്ചതിന് ശേഷം പാരഗണിന്റെ മുന്നിൽ കുറച്ചങ്ങ് വെയിറ്റ് ചെയ്തു. നല്ല തിരക്കായത് കാരണം കയറാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഗ്രില്ലാക്സ് കയറിട്ടോ. ഇവിടുന്ന് ഒരു സീ ഫുഡ് മന്തി വാങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ചെമ്മീനും കൂന്തലും ഫിഷും ഒക്കെ വെച്ചിട്ട്. പിന്നെ ഒരു മഷ്റൂം ബൗളും മേടിച്ചു, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഗ്രിൽഡും ആണ് കേട്ടോ മേടിച്ചത്. ഫുഡ് കഴിച്ച് കുറച്ചു നേരം അവിടെ ഒക്കെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഇന്നത്തെ വരവിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതായിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസത്തിന്റെ തന്നെ ഈ ഒരു സീറോ ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത്. എൻ്റെ ഒരു ഫ്രണ്ട് നൗഫിക്ക് ഭയങ്കര ആഗ്രഹം ഇതിൽ കയറണം എന്നുള്ളത്. എനിക്കിത് പുറത്തുനിന്ന് കണ്ടിട്ട് കയറണോ വേണ്ടയോ എന്ന് ഞാനിങ്ങനെ പലതവണ ഇതിന് മുന്നേയും കാണുമ്പോൾ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. അവളുടെ ഒരു ഒറ്റ ധൈര്യത്തിൽ ആദ്യം ഞങ്ങൾ കയറിയിട്ടോ. ഞാനും റസിയും നൗഫിയും കൂടെയാണ് കയറിയത്. മീൻസ് കയറുന്നില്ലെന്ന് പറഞ്ഞത് കൊണ്ട്, അവളുടെ ഒരു കുഞ്ഞാവ ഉള്ളത് കൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ കയറാന്ന് കരുതിയിട്ട് എന്തായാലും ചെന്ന് നിന്നപ്പോഴത്തേക്കിനും എനിക്കൊരു ചെറിയ ടെൻഷനൊക്കെ ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ ബാക്കി എല്ലാരെക്കാളിലും അടിപൊളിയായിട്ട് ഞാനിതാ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റായിട്ട് നിന്നോട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൂടെ നിന്നവരൊക്കെ തല കറങ്ങിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ എനിക്ക് കാര്യമായിട്ട് ഒന്നും ഫീൽ ചെയ്തില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരും ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഞാൻ നല്ല കൂളായിട്ട് നടന്നു. അൽഹംദുലില്ലാ മാഷാഅല്ലാ. എല്ലാവരും കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതുപോലെ പുഴൂലൊക്കെ കയറി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും മിൻസി നല്ലതാണെന്ന് പറഞ്ഞിട്ട് മിൻസിനെ മുന്തി പിറക്കി തള്ളി വിട്ടിട്ടുണ്ട് കേട്ടോ. തിരിച്ചു വന്നപ്പോൾ മിൻസി പറയുന്നുണ്ടായിരുന്നു എന്നോട് ഈ ചതി വേണ്ടായിരുന്നു എന്ന്. മിൻസിയുടെ കുഞ്ഞാവയാണ് കേട്ടോ ഇവന്. അപ്പോൾ അവൾ അതിൽ കയറിയപ്പോൾ ഞങ്ങൾ അവനെ കൊണ്ടേയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കാവട് തുള്ളി ആൾ പോയിട്ടുണ്ട്. തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കിനും ആള് ഒരു പരുവായിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കുമ്പോഴത്തേക്കിനും എല്ലാവരും മുകളിൽ നിന്ന് കറങ്ങുന്നു, മിൻസി മാത്രം താഴെ നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഇതിൽ കയറിയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. എന്തായാലും തല കറങ്ങി ഒരു പരുവായിട്ടാണ് കേട്ടോ ആള് വന്നത്. പിടിച്ചൊക്കെ എന്തായാലും രസകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും ഓരോ ഫലൂദ കഴിക്കാന്ന് വിചാരിച്ചിട്ട് പോയിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. അവൾക്ക് പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റില്ല. ഇതുപോലെ ഫ്രണ്ട്സിന്റെ കൂടെ പോകാനൊക്കെ നല്ലൊരു രസമാണ് കേട്ടോ. ഒരു പ്രത്യേക തരം വൈബാണ് എല്ലാവരും കൂടെ ഇങ്ങനെ പോകുന്ന സമയം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അതൊക്കെ ഈസി ആയിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ ചെറുപ്പകാലത്തിലൊന്നും അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് എവിടെയും വിടത്തില്ലായിരുന്നു കേട്ടോ. എന്നെ ഒന്നും എങ്ങോട്ടേക്കും വിടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നു. ഇത്തവണത്തെ വെക്കേഷൻ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ കുറെ ദിവസം വീട്ടിൽ നിൽക്കാൻ പറ്റി. 2 പ്രാവശ്യം ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റി. എല്ലാം കൊണ്ടും രസകരമായിരുന്നു. പിന്നെ നമ്മൾ നേരെ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അതും എടുത്തിട്ട് മെട്രോയിൽ കയറി നേരെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത്. എല്ലാവരും ഒരു സങ്കടത്തിലായിരുന്നു പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിറ്റേ ആഴ്ച തന്നെ ഞങ്ങൾ വേറൊരു കൂട്ടം കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് ചെറിയൊരു ഫ്രൈഡ് റൈസും തല്ലിക്കൂട്ടി ഇക്കാക്കും ഹാദുക്കുട്ടനും വേണ്ടി ചില്ലി ചിക്കൻ പോലെ ഉണ്ടാക്കിട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷം.